ഇത് കണ്ടോ, ഇത് മാത്രമല്ല പല ഐറ്റംസും ഉണ്ട് ഉള്ളിൽ. ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയി പറയുമ്പോഴത്തേക്കും അവർ ഞെട്ടലാണ്. സത്യത്തിൽ ഈ ജെൻസി ജെൻ ആൽഫ കിഡ്സിനോടൊക്കെ അസൂയ തോന്നുന്നത് ഈ ഒരൊറ്റ കാര്യത്തിലാണ്. നാട്ടുവണ്ടി ഒരു വോട്ട് യാത്ര എത്തി നിൽക്കുന്നത് മലയൻകീഴ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. മലയൻകീഴിന്റെ പെൺപെരുമയെക്കുറിച്ച് അറിയാം, വായു. ഒരു പൊതുവിദ്യാലയത്തിൽ, അതും പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളിൽ ഒരു ജിം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് കണ്ടോ, ഇത് മാത്രമല്ല പല ഐറ്റംസും ഉണ്ട് ഉള്ളിൽ, വായു കാണാം. സ്കൂൾ എച്ച്.എം. ലീന ടീച്ചറാണ് ഒപ്പമുള്ളത്. ടീച്ചറോട് തന്നെ ചോദിച്ചു തരാം. ടീച്ചറെ, ഒരു പൊതുവിദ്യാലയത്തിൽ ഒരു ജിം എന്ന് പറയുന്നത് അതിശയകരമായ ഒരു പദ്ധതിയാണ്. കാരണം അങ്ങനെ ഒരു സ്കൂളുകളിൽ നമ്മൾ കേട്ടിട്ടില്ല അത്തരത്തിലൊരു പദ്ധതി. നമ്മുടെ സ്കൂളിൽ ആ പദ്ധതി വരുമ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതിൽ തന്നെ വളരെ സന്തോഷമാണ് ഞങ്ങൾക്ക് ഉള്ളത്. നമ്മുടെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഹയർ സെക്കൻഡറി വിഭാഗം വരെയുള്ള പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. പൊതുവെ നമ്മുടെ സമൂഹത്തിൽ അറിയാം, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. എങ്കിലും പലപ്പോഴും പെൺകുട്ടികൾക്ക് ഇത്തരം അവസരങ്ങൾ കിട്ടുന്നത് പൊതുവെ കുറവാണ്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ കാട്ടാക്കട മണ്ഡലത്തിൽ തന്നെ നമ്മുടെ MLA നേതൃത്വത്തിൽ ഒപ്പം എന്നുള്ള പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. സ്ത്രീയും പുരുഷനും ഒപ്പമാണ് എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലെ ജിമ്മുകൾ നമ്മുടെ പോലെയുള്ള സ്കൂളുകളിൽ നടപ്പിലാക്കുമ്പോൾ കുട്ടികൾക്കത് പ്രയോജനപ്പെടുത്താൻ കഴിയും. അത് വളരെ പ്രയോജനകരമായിട്ടുള്ളതാണ്. ഒന്ന്, ജിമ്മുകളിലൊക്കെ പോകണമെങ്കിൽ അവർക്ക് സാമ്പത്തിക ചിലവാകുന്ന കാര്യമാണ്. ഇവിടെ ഇപ്പോൾ സൗജന്യമായിട്ടാണല്ലോ ഈ പൊതുവിദ്യാലയങ്ങളിൽ ഇത് നടപ്പിലാക്കുന്നത്. ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഇതിൽ പരിശീലിക്കുന്നതിനുള്ള അവസരമുണ്ട്. ജില്ലാ പഞ്ചായത്ത് തന്നെ ഇതിൻ്റെ ട്രെയിനറെ പോസ്റ്റ് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഈ ജെൻസി ജെൻ ആൽഫ കിഡ്സിനോടൊക്കെ അസൂയ തോന്നുന്നത് ഈ ഒരൊറ്റ കാര്യത്തിലാണ്. ഇവരൊക്കെ പഠിക്കുന്ന കാലത്തെ ഫെസിലിറ്റി നമ്മൾ പഠിക്കുന്ന കാലത്തൊന്നും ഉണ്ടായില്ലല്ലോ എന്നുള്ള മാത്രം അസൂയ. അത് ചോദിച്ചു നോക്കാം ഈ പിള്ളേരോട്. ഇതാ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി സൗപർണികയാണ് കൂടെയുള്ളത്. എങ്ങനെയുണ്ട് സ്കൂളിലെ ജിമ്മ്? സ്കൂളിലെ ജിമ്മ് ഇതൊരു പുതിയ പദ്ധതിയാണ്. മാം പറഞ്ഞ പോലെ തന്നെ ജെൻസി കിഡ്സിനൊക്കെ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങളാണ് നമുക്ക് ഇതിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ എൻ്റെ അമ്മ, എൻ്റെ അച്ഛനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയി പറയുമ്പോഴത്തേക്കും അവർ ഞെട്ടലാണ്. ഓരോ കാര്യങ്ങളോട് അവർ നമ്മളെ മുഖത്തൊക്കെ നോക്കി ഇങ്ങനെ ചോദിക്കും എന്തൊക്കെ അവസരങ്ങളാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അവർ ഞെട്ടി കൊണ്ട് ചോദിക്കും. അച്ഛനും അമ്മയും പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ എനിക്കിട്ട് വെച്ചതാണോ? എനിക്കത്ര പ്രായമൊന്നുമില്ല കേട്ടോ. അങ്ങനെയല്ല, എന്നാലും അച്ഛൻ ഇങ്ങോട്ടൊന്ന് ചോദിക്കും ഇത്ര വലിയ അവസരം കിട്ടിയിട്ട്, അങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട്. അപ്പം അടിപൊളിയാണ് അല്ലേ? ഇതാ കൂടെ 8ാം ക്ലാസ്സിലെ ദേവിക കൂടെയുണ്ട്. ദേവികയോട് ചോദിച്ചു നോക്കാം. ദേവിക, എങ്ങനെയുണ്ട് സ്കൂളിലെ ജിമ്മ്? ഇതാ സൗപർണിക പറയുന്നു നല്ല അടിപൊളിയാണ്, നിങ്ങൾക്കൊക്കെ കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും വലിയ ഫെസിലിറ്റി ആണെന്ന്. ഞാനും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ കാലത്തൊന്നും, ഞാൻ പഠിക്കുന്ന കാലത്തൊന്നും ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ സ്കൂളിൽ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ ഭാഗ്യം കിട്ടിയത് വളരെ നല്ലതാണ്. ഇത് ഞങ്ങളെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിന് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഈ ജിമ്മിലെ എക്യുപ്മെൻറ്റ്സൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങളെ സ്കൂള് ഇത്രയും ഒരു വലിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഗാന്ധിജി സ്വപ്നം കണ്ട നാടെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടേതും കൂടെയാണ്. നമ്മുടെ കുട്ടികളും ആധുനികമായ എല്ലാ ഫെസിലിറ്റിയും അനുഭവിച്ചുകൊണ്ട് പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച് വളരട്ടെന്നേ. വോട്ട് യാത്രയുടെ അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റ.